എത്തിയോ? കുറച്ചുകൂടെ വൈകിയെങ്കില് ഞാൻ കാറുമായിട്ട് അങ്ങോട്ട് വരാൻ നിൽക്കായിരുന്നു. നിന്റെ ഫോൺ വർക്ക് ചെയ്യുന്നില്ലേ? ഞാൻ കുറെ നേരം വിളിച്ചിരുന്നല്ലോ. ഞാനൊരു പരിചയക്കാരനെ കണ്ട് കുറെ നേരം സംസാരിച്ചു നിന്ന് സമയം പോയത് അറിഞ്ഞില്ല. അതാരാ ഞാനറിയാത്തൊരു പരിചയക്കാരൻ? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് ക്ഷണിക്കായിരുന്നില്ലേ? ഹേയ്, അയാളെ ഗിരിയേട്ടൻ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. എന്തുപറ്റി? ഇനിയും ആളാരാണെന്ന് അറിയണ്ടേ? അല്ല, നിനക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ നീ പേര് പറയില്ലേ? ഇങ്ങനെ ചുമ്മാ കടങ്കഥ പറയേണ്ട കാര്യം എന്താ? എനിക്ക് ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. പേടിക്കണ്ട, ഇത് കടങ്കഥയൊന്നുമല്ല. എന്റെ അച്ഛൻ മരിച്ച ദിവസം ഗിരിയേട്ടൻ എവിടെയായിരുന്നു? എന്താ, എളുപ്പമുള്ള ചോദ്യമല്ലേ? നീ എന്താ എന്നെ കുറ്റവാളികളെ പോലെ ചോദ്യം ചെയ്യുന്നേ? നീ ആരെ കണ്ടിട്ട് വന്നാണെങ്കിലും അയാള് നിന്നെ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. നീ ഇപ്പൊ നല്ല ദേഷ്യത്തിലാ. ഒന്ന് തണുത്തിട്ട് നമുക്ക് സംസാരിക്കാം, ഓക്കെ? ഗിരിയേട്ടാ, ഇപ്പോഴും എന്റെ ചോദ്യത്തിന് എനിക്ക് മറുപടി കിട്ടിയിട്ടില്ല. ഗിരിയേട്ടൻ അന്ന് എവിടെയായിരുന്നു? അതിപ്പോ എങ്ങനെയാ ഞാൻ കൃത്യമായിട്ട് പറയാ? കുറെ മുന്നത്തെ കാര്യമല്ലേ? അത്ര മുന്നത്തെ കാര്യമൊന്നുമല്ല. പിന്നെ അന്ന് എന്റെ അച്ഛൻ മരിച്ച ദിവസമാണ്. ഈ നാട്ടിലാരും അതത്ര പെട്ടെന്ന് മറക്കൊന്നുമില്ല. ഈ നാടിനെ നടുക്കിയ മരണമായിരുന്നില്ലേ? ആ, ഇപ്പൊ ഓർമ്മ വന്നു. ഞാനന്ന് ബാറിലായിരുന്നു. ഉറപ്പാണോ? ആ, ഉറപ്പാണ്. അപ്പൊ ഗോപാലനോ? എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ബാറില്. കള്ളം, പച്ചക്കള്ളം. ഗിരിയേട്ടൻ ബാറിലായിരുന്നില്ല. എന്റെ അച്ഛന്റെ ബോഡി റോഡ് അരികിൽ കൊണ്ടിടുകയായിരുന്നു. എന്നാലല്ലേ എല്ലാവരും എന്റെ അച്ഛൻ മരിച്ചത് ഒരു ആക്സിഡന്റ് ആണെന്ന് വിശ്വസിക്കൂ, അല്ലേ? നീ എന്തൊക്കെയാ മഞ്ജു ഈ പറയുന്നേ? പീതാംബരൻ നിന്നെ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. എന്നോട് ഇതൊക്കെ പറഞ്ഞത് പീതാംബരനാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതെനിക്ക് ഊഹിക്കാലോ. ഇങ്ങനെയുള്ള നുണകൾ അയാളെ പറയൂ. ഇപ്പൊ നുണ പറയുന്നത് ഗിരിയേട്ടനാണ്. ഞാൻ പറയുന്നു, നമ്മുടെ കുഞ്ഞിന്റെ മീതെ സത്യം ചെയ്ത് പറ, പീതാംബരൻ പറഞ്ഞതെല്ലാം നുണയാണെന്ന്. സത്യം പറ, സത്യം പറയാൻ.